അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാൻ മാസം നമുക്ക് കടന്നു വന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ധാരാളം നന്മകൾ ചെയ്യുവാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. റമദാൻ 30 3 ഭാഗമായിട്ടാണ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെ വ്യവസ്ഥ ചെയ്തത്. അവ്വലുഹു റഹ്മത്തുൻ, ആദ്യത്തെ 10 കാരുണ്യത്തിൻ്റെയും, ഔസത്തുഹു മഗ്ഫിറത്തുൻ, നടുവിലെ 10 മഗ്ഫിറത്ത് പാപമോചനവും, ആഖിറുഹു ഇത്ഖും മിനന്നാർ, അവസാനം നരകമോചനവുമാണ്. ആ നരകമോചനം ലഭിച്ചവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി പെരുമാറാകട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല നമുക്ക് ദോഷം പുറത്താലല്ലാതെ, പാപമോചനം അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാലല്ലാതെ നമുക്ക് രക്ഷയില്ല. അള്ളാഹു അവന്റെ കാരുണ്യം കൊണ്ടാണ് അവന്റെ അടിമകളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അവന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹു തആലയുടെ കാരുണ്യത്തിന് അല്ലാഹു തആല ചില കാരണങ്ങൾ വച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ആ കാരണം ഏതാണ് എന്ന് നമുക്കറിയുകയില്ല. ഓരോരുത്തർക്കും അല്ലാഹു തആല രക്ഷപ്പെടാനുള്ള വഴിയും അതുപോലെ തന്നെ അവർ ശിക്ഷിക്കപ്പെടാനുള്ള വഴിയും അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏതാണെന്ന് ആർക്കും അറിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു നന്മ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നാം ചെയ്യണം. ഏതൊരു തിന്മ നമ്മുടെ മുമ്പിൽ പെട്ടിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം നാം മാറി നിൽക്കണം. ചിലപ്പോ ആ തെറ്റായിരിക്കാം നമ്മുടെ പരാജയത്തിന്റെ കാരണം. ഏതൊരു നന്മയും നാം മുടക്കാൻ പാടില്ല. ചിലപ്പോ ആ നന്മയായിരിക്കും നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി. അത് നമുക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നുമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ത്രീയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് തെറ്റുകൾ ചെയ്ത് കൂട്ടിയ ഒരു സ്ത്രീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നായ ഇങ്ങനെ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് ഇങ്ങനെ കറങ്ങുകയാണ് ഒരു കിണറ്റിന്റെ ചുറ്റുഭാഗം. അപ്പൊ ആ പെണ്ണ് ആ വെള്ളം ആ കിണറ്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ ബക്കറ്റ് ആ കിണറ്റിലേക്ക് ഇടാനൊന്നും ഇല്ലാത്ത അവസരത്തിൽ ആ പെണ്ണെന്ന് ചെയ്തു, സ്വന്തം ഷൂ എടുത്തിട്ട് വെള്ളം കോരിയിട്ട് ആ നായക്ക് കൊടുത്ത് ആ പെണ്ണ് അതുമൂലം അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നും, പിന്നെ ഒരു ചരിത്രത്തിൽ കാണാം, ഒരു എല്ലാ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്ന ഒരു പെണ്ണ് ഒരു പൂച്ചനെ കെട്ടിയിട്ടതിന്റെ ഒരു തടവിലാക്കിയതിന്റെ പേരിൽ അതിന് ഭക്ഷണമൊന്നും കൊടുക്കാതെ ചത്തുപോയിട്ടുണ്ട്. അത് കാരണമായിട്ട് ആ പെണ്ണ് നരകത്തിലാണെന്നും ഹദീസിൽ കാണാം. ഇതിൽ എന്താണ് മനസ്സിലാക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. വല്ല നന്മയും ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലം കാണും, വല്ല തിന്മയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രതിഫലവും അതിന്റെ ശിക്ഷയും അവൻ കാണുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നാം ഏതൊരു തിന്മ ചെയ്യുമ്പോഴും വല്ലാത്ത ഭയപ്പെടണം, അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കണം എന്നുള്ളതാണ് വേണ്ടത്. അപ്പൊ നോമ്പിൽ ഒരുപാട് നന്മകൾ നമുക്ക് ചെയ്യാൻ കഴിയും. അല്ലാഹു തആല ഫർദിന് 70 ഫർദിന്റെ കൂലിയും ഒരു സുന്നത്തിന് ഫർദിന്റെ കൂലിയുമാണ് അല്ലാഹു തആല ഈ നോമ്പിൽ പ്രത്യേകമായി കൊടുക്കുന്നത്. അപ്പൊ ഒരു ഖത്ം ഓതിയാല് എന്താണ് 70 ഖത്ത്തിന്റെ പവറാണ്. അതുകൊണ്ട് നാം ഒരുപാട് നന്മകൾ ചെയ്യണം. നന്മകൾ എന്ന് പറയുമ്പോൾ നോമ്പ് അത് ഫർളായതാണ്. അതിലേക്ക് ആ നോമ്പിനെ അതിന്റെ കൂലി നഷ്ടപ്പെടുത്തുന്ന നിലക്കുള്ള ഒന്നും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മളെ നാവ് കൊണ്ട് ഗീബത്ത് പറയുകയോ കളവ് പറയുകയോ അനാവശ്യങ്ങൾ പറയുകയോ പരിഹസിക്കുകയോ, അല്ലെങ്കിൽ നമ്മളെ ചെവി കൊണ്ട് ഗീബത്ത് കേൾക്കുകയോ പരിഹാസം കേൾക്കുകയോ കണ്ണുകൊണ്ട് ഹറാം നോക്കുകയോ, ഇങ്ങനെയുള്ള ഒന്നും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. എന്നാൽ നമ്മൾ റമദാന്റെ കൂലി നഷ്ടപ്പെട്ടു പോകുന്നതാണ്.
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല റമളാൻ ഗുണമായി സാക്ഷിക്കുന്ന കൂട്ടത്തിൽ നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. റമളാൻ ഗുണമായി സാക്ഷിക്കും, കേടായി സാക്ഷിക്കും. അപ്പോ ഗുണമായി സാക്ഷിച്ചാൽ അതിന് നേട്ടം എന്താണ്? അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. ഇനി കേടായി റമളാനെ നമുക്ക് കേടായി തിന്നാൽ നമുക്ക് നരകാവകാശികളാവും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഒരുപാട് നന്മകൾ അത് ഖുർആനോത്ത് അതിപ്രധാനമാണ്. കാരണം ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. ഖുർആൻ മറ്റുള്ള മാസങ്ങളിൽ നമുക്ക് ഓതാൻ സൗകര്യമാകുന്നുമില്ല. റമളാനിൽ ധാരാളം ഖത്മുകൾ ഓതണം. അള്ളാഹു തൗഫീഖ്. അതുപോലെ തന്നെ ദിക്റുകളും ഒരുപാട് വ്യത്യസ്തമായ ദിക്റുകളുണ്ട്. അതും നാം റമളാനിൽ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തുമാണ്. അതിന് ഉപരിയായിട്ട് നമ്മൾ കൂടുതലായി ചെയ്യേണ്ടത് സുന്നത്ത് നിസ്കാരമാണ്. സുന്നത്തായ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരം എന്ന് പറയുമ്പോൾ ഫർദ് നിസ്കാരം നാം ഏതായാലും നിർവഹിക്കും. അതിന്റെ കൂടെയുള്ള സുന്നത്ത് നിസ്കാരമാണ് റവാത്തിബ് എന്ന് പറയുന്നത്. 22 റക്അത്താണ് അതുള്ളത്. എന്നാൽ തറാവീനേക്കാൾ പോരിശയാണ്, ശ്രേഷ്ഠമാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. സുബഹിന് മുമ്പ് 2ഉം ളുഹറിന് മുമ്പ് ശേഷം 4ഉം അതുപോലെ തന്നെ അസറിന് മുമ്പ് 4ഉം മഗ്രിബ് ഇശാഇന് മുമ്പും ശേഷവും ഈ 2ഉം ഇങ്ങനെ 22 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരമുണ്ട്. അതിൽ ഓരോന്നിന്റെ പ്രതിഫലവും ഓരോന്നിന്റെ മഹത്വവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് സുബഹിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിനെ പറ്റി. റമളാനിൽ മാത്രമല്ല, അല്ലാത്ത ദിനങ്ങളിൽ റമളാനായാൽ കൂടുതൽ പവർ കിട്ടുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ കൂലിയാണ് ലഭിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സുബഹിന് മുമ്പുള്ള 2 റക്അത്തിന്റെ കൂലി പറഞ്ഞത് അത് ഖൈറുൽ ലക മിന ദുനിയ വമാ ഫീഹാ, ദുനിയാവും അതിലുള്ള മുഴുവനും എനിക്ക് ലഭിക്കുന്നതിനേക്കാൾ ഖൈറാണ് അതിന്റെ പ്രതിഫലം എന്നാണ്. ആഖിറത്തിൽ അത്ര അതിന് പ്രതിഫലമുണ്ട്. ളുഹറിന് മുമ്പും ശേഷവും 4 റക്അത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. അതിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ ആ സുന്നത്ത് നിസ്കരിച്ചാൽ, അതായത് ളുഹറിന് മുമ്പ് 4 ശേഷം 4 നിസ്കരിച്ചാൽ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവന്റെ ശരീരത്തിന് നരകത്തിന്റെ മേൽ നിഷിദ്ധമാക്കുമെന്നുള്ളതാണ്. ഇനി അസറിന് മുമ്പുള്ള 4 റക്അത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റഹിമല്ലാഹു ഇംറാൻ സ്വല്ലാ ഖബ്ലൽ അസ്രി അർബഅ, അസറിന് മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കുന്നവനിക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരാളായി മാറി. ഇനി ഇങ്ങനെ നമ്മൾ ഇത്ര സുന്നത്ത് നിസ്കരിച്ചിട്ടാകുമ്പോൾ സുബഹിന് മുമ്പ് 2ഉം ളുഹറിന് മുമ്പ് ശേഷം 10 റക്അത്തായി. ഇനി അസറിന് മുമ്പ് 4 നിസ്കരിച്ച് 14ആയി. അപ്പോൾ കൂടുതൽ പിന്നെയും ഒരു ഓഫർ അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരാള് ഒരു ദിവസത്തിൽ ഫർളല്ലാതെ സുന്നത്ത് നിസ്കാരം 12 റക്അത്ത് നിസ്കരിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അല്ലാഹു തആല അവർക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം, ഒരു വീട് നൽകുമെന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു തആല അങ്ങനെയുള്ള സുന്നത്തുകളെല്ലാം നിർവഹിക്കാൻ അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരുപാട് ഖത്മുകൾ തീർക്കണം. അതോടൊപ്പം അതിൽ പ്രധാനപ്പെട്ട സൂറത്തുകൾ യാസീന്, തബാറക്ക്, അത് നമ്മൾ ഡെയിലി ഓതണം. രാത്രിയാണ് കൂടുതൽ നാം ചെയ്യേണ്ടത്. കാരണം ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ അതിന്റെ രാത്രിയിലാണ് അതിന്റെ പവർ. അപ്പൊ രാത്രിയിൽ കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ.